ഹായ് ഗുഡ് മോർണിംഗ്. ഞാൻ വന്നു കേട്ടോ. രാവിലെ തന്നെ ഞാൻ എൻ്റെ ഡെക്കോമയായിട്ട് വന്നു. ഞാൻ ഇന്നലെ വീഡിയോയിൽ മഞ്ഞ ഡെക്കോമ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ചെറുതായിട്ടൊന്ന് പാളി. മഞ്ഞ ഉണ്ടെങ്കിലും അതിൻ്റെ പുറം ഭാഗം ഗോൾഡൻ കേട്ടോ, ഗോൾഡൻ ഷെയ്ഡിൽ വരുന്നതാണ്. ഞാൻ ഇന്നലെ നനച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത് നമ്മൾ നഴ്സറിയിൽ നിന്ന് ഇപ്പോൾ ലാസ്റ്റ് വാങ്ങിച്ചിട്ടില്ലേ, ആ ഒരു ബൊഗൈൻവില്ല കേട്ടോ. അതിനൊന്നും നനച്ചിട്ടില്ല. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു നേരം നനക്കാറുള്ളൂ. ഇനി 2 നേരം വെള്ളം വേണ്ടവർക്ക് ഞാൻ 2 നേരം കൊടുക്കും കേട്ടോ. പിന്നെ ഒരു കമൻറ്റിലും കണ്ടിട്ടുണ്ടായിരുന്നു, മോളെ രാവിലെ നനക്കണേ, വൈകുന്നേരം അങ്ങനെ നനക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ രാവിലെയാണ് നനക്കാറ്. പിന്നെ ചില ചെടികൾക്ക് 2 നേരമെങ്കിലും വെള്ളം ആവശ്യമുണ്ട് കേട്ടോ. അവർക്ക് ഞാൻ 2 നേരം കൃത്യമായിട്ട് തന്നെ കൊടുക്കും. ഒരു ഉദാഹരണത്തിന് പറയുകയാണെന്ന് വെച്ചാൽ തണ്ടല്ലാത്ത ചെടികൾ ഉണ്ടാവുമല്ലോ, കമ്പായിട്ടുണ്ടാകുന്നത്, ഒരിക്കൽ 2 നേരം നനച്ചെടുത്താൽ ഒരു നന്നായിട്ട് പൂക്കൾ നമുക്ക് തരുക. പിന്നെ ഈ ലൂഫോർബിയയിൽ നല്ല പൂക്കളായിട്ടുണ്ട് കേട്ടോ. അത് ചട്ടിയിലേക്ക് ഇപ്പോഴും മാറ്റി വെച്ചിട്ടില്ല. ഇതെന്തായാലും മാറ്റി വെക്കണം. നല്ല മെറൂൺ കളറാണ്, പക്ഷേ ഇതൊന്നും വീഡിയോയിൽ ശരിക്കും കിട്ടുന്നില്ല കേട്ടോ. പിന്നെ നമ്മുടെ പിങ്ക് ബോൾസം വിരിഞ്ഞ് അതിലിനി ഒരു മുട്ടും കൂടി ഉണ്ട്. അതെന്തായാലും ഒത്തിരി പൂക്കൾ തരുന്ന ഒരു ബോൾസം തന്നെയാണ് കേട്ടോ. ഈ ഒരു മാസം എനിക്ക് പ്രിയപ്പെട്ടത് തന്നെയാണ്. നമ്മൾ ഫസ്റ്റിലെ വീഡിയോയിലൊക്കെ ഇങ്ങനെ എപ്പോഴും ഞാൻ കാണിക്കാറുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ ഞാൻ കാണിക്കാറില്ല കേട്ടോ. എന്താ വെച്ചാൽ പൂക്കൾ തന്നെ ഉണ്ടല്ലോ ഒരുപാട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ, അതുകൊണ്ടാണ്. പിന്നെ ബോൾസം അത് പിന്നെ എനിക്ക് ഇങ്ങോട്ട് ഒരു വീഡിയോയിൽ ആഡാക്കി കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനം കിട്ടില്ല. എൻ്റെ ചാനൽ വരെ അടിച്ചു പോകുമോ എന്നുള്ളൊരു ടെൻഷനാണ്. അത്രയ്ക്ക് ഇഷ്ടമുണ്ട് എനിക്ക് ബോൾസം. ഞാൻ വെറുതെ തള്ളിയതാണ്. എന്തല്ലേ ഒന്നിച്ച് പൂട്ട് നിൽക്കുമ്പോൾ കാണുമ്പോൾ അതൊരു പ്രത്യേക ഭംഗി തന്നെയാണ്. ഇന്ന് ഞാൻ രാവിലെ തന്നെ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. അതാണ് വലിയൊരു ക്ലാരിറ്റി വീഡിയോക്ക് ഇല്ലാത്തത്. പിന്നെ വേറൊരു കാര്യം പറയണ്ടേ, ഒരുപാട് ന്യൂസ് അപ്പ് വന്നിട്ടുണ്ട് കേട്ടോ. അവരൊക്കെ ഇപ്പം ഇങ്ങനെ കമൻസ് ഇടുമ്പോൾ എൻ്റെ ഒരു സന്തോഷം ഞാൻ എങ്ങനെ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും. എനിക്ക് പറയാൻ വാക്കുകളില്ല, അത്രയും സന്തോഷം. ഇനി അവരെയും കൂടിയൊക്കെ ഇങ്ങനെ പഠിച്ചെടുക്കാനുണ്ട്. പിന്നെ നമ്മുടെ ഓറഞ്ച് ബോൾസം അത് തളിരിട്ട് മുട്ടിയിട്ട് വീണ്ടും പൂവിട്ടു. ഭയങ്കര സന്തോഷം. ഇവളെന്താണ് ഓരോ ചെടിക്കും ഭയങ്കര സന്തോഷം എന്ന് പറയുന്നുണ്ടാവുമെന്ന് കരുതണം. എനിക്ക് ഏത് പൂട്ടാലും അന്ന് ഭയങ്കര ആഹ്ലാദം തന്നെയാണ് കേട്ടോ. ഈ വിങ്കാറോസിന് എന്താ പറ്റിയെന്ന് അറിയില്ല, നനവ് കൂടിയത് കൊണ്ടോ എന്തോ അറിയില്ല. നിങ്ങൾ അറിയുന്നവരൊന്ന് പറഞ്ഞു കേട്ടോ. വിങ്കാറോസ് ഹൈബ്രിഡിൽ ഞാൻ ആദ്യമായിട്ടാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കയറിങ് എനിക്ക് വല്ലാണ്ട് അറിയൂല. എന്തായാലും അത് കുളമായോ എന്നുള്ളൊരു ഡൗട്ട് ഇല്ലായില്ല കേട്ടോ. ജമന്തിയിൽ പിന്നെ നല്ല അടിപൊളിയായിട്ട് തന്നെ പൂക്കളിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ പൂക്കൾ കഴിഞ്ഞിട്ട് ഇതിൻ്റെ അവസ്ഥ എന്താണെന്നുള്ള അറിയാൻ പറ്റുള്ളൂ. വിങ്ക എന്തായാലും നല്ല വെയിൽ ആഗ്രഹിക്കുന്ന ഒരു ചെടിയാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ തണലത്താണ് വെച്ചത്. കാരണം നമ്മൾ ചട്ടി മാറ്റി വെച്ചതല്ലായിരുന്നോ. അപ്പോൾ പെട്ടെന്ന് വെയിലിലേക്ക് വെക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അവിടെ വെച്ചത്. ഇനി എന്തായാലും വെയിലത്തേക്ക് തന്നെ വെക്കണം. പിന്നെ നമ്മുടെ ബന്ദിപ്പൂ അത് വിരിയുമ്പോൾ നല്ല ഡാർക്ക് കളറായിരുന്നു. അപ്പോൾ ആ ഡാർക്ക് കളർ ഇങ്ങനെ ലൈറ്റ് കളറായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ 3 ഫ്ലവർ ഒരേപോലെ ആയി വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഡെക്കോമ ഞാനിങ്ങനെ നോട്ടിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചെടി. കഴിഞ്ഞ വർഷം എത്രയും പൂക്കൾ എനിക്ക് തന്നതെന്നറിയോ. സൂക്ഷിച്ച് നോക്കിയാൽ അതിനിങ്ങനെ കളറിങ്ങനെ വരുന്നുണ്ട്. ഇത് ലാവൻഡർ കളറാണ് കേട്ടോ. ഇനി സംസാരിച്ചെന്നാൽ ഓവറായി പോകും. അപ്പോൾ ഞാനിന്ന് ലോങ് വീഡിയോ ചെയ്യുന്നുണ്ട്. കണ്ടേക്കണേ, ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ 2 വീഡിയോയിലും.